ഞങ്ങൾ ഇന്ന് മീഡിയകളെ കാണുന്നത്, നിങ്ങൾക്കറിയാം, ഒരു ഇലക്ഷന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് SIRഉം വോട്ട് തള്ളലൊക്കെയാണ്. മഞ്ചേശ്വരം മണ്ഡലം BJPക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ 2016-ലും 2021-ലും മിസ്സായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. 16-ൽ 89 വോട്ടിനാണ് BJP തോറ്റത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1000-ന് താഴെ വോട്ടുകൾക്കാണ് BJP മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. SIRന്റെ പ്രക്രിയ ആരംഭിച്ച നാള് തൊട്ട് UDFന്റെ നേതൃത്വത്തിൽ എല്ലാവരെയും വോട്ട് ചേർക്കാൻ, ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടാത്ത രീതിയിൽ മികച്ച ക്യാമ്പയിൻ സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത് തലത്തിൽ, ബൂത്ത് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്, മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 128 ആ ബൂത്തിലെ ഒരാഴ്ച മുമ്പ് തന്നെ ഞങ്ങൾക്കറിയാം, SIRന്റെ കഴിഞ്ഞ മാസം 30-ാം തീയതി അവസാനിക്കുന്നതിന് മുമ്പ് ARO ഞാനൊരു പരാതിയുമായി അദ്ദേഹത്തിന് മുമ്പിൽ എത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒരു ബൂത്തിൽ, മഞ്ചേശ്വരം മണ്ഡലത്തിലെ 128-ാമത്തെ ബൂത്തിൽ BJPയുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് നോണ്ട, അദ്ദേഹം 90ഓളം വോട്ടുകൾ തള്ളാൻ ഒരപേക്ഷയുമായി വന്നിരുന്നു. ഒരു കാരണവശാലും ഞങ്ങൾക്ക് അങ്ങനെ ഫിസിക്കലായി വാങ്ങാൻ കഴിയില്ല, ഓൺലൈനായി അദ്ദേഹത്തോട് അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം ആ ടൈം അവസാനിക്കുന്ന സമയത്ത് 7 പേരെ കൃത്യമായി BJPയുടെ ഔദ്യോഗിക പോസ്റ്റിലിരിക്കുന്ന മഞ്ചേശ്വരം മണ്ഡലക്കാരനായ ലോകേഷ് നോണ്ട എന്ന് പറയുന്ന ഒരാള് 7 പേരെ വോട്ട് തള്ളാൻ വേണ്ടി ഫോം 7 വെച്ച് നൽകിയിരിക്കുകയാണ്. ഞാൻ മീഡിയകളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ വേദനയോടുകൂടി ആ 7 പേരും ഇന്ന് ഹിയറിംഗിന് വേണ്ടി മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിൽ AROയുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൽ ഞങ്ങൾ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ജനിച്ചത്, വളർന്നത്, ജീവിതകാലം മുഴുവനും അദ്ദേഹം വോട്ട് ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ, ഇന്ത്യൻ പൗരനല്ല എന്നാണ് BJPയുടെ ജില്ലാ സെക്രട്ടറി ആരോപിച്ചിട്ടുള്ളത്. മറ്റ് 6 പേരെ പെർമനന്റ്ലി ഷിഫ്റ്റഡ് എന്നാണ്. അസ്മ, സഫിയ, സുബൈദ, ഈ പറയുന്ന കുബ്ര, ഇവരൊക്കെ 60-70-ലെത്തിയ ജീവിതത്തിൽ ഒരു പക്ഷേ 5, 6, 7 പ്രാവശ്യം പഞ്ചായത്തിനും ബ്ലോക്കിനും ലോക്സഭക്കും നിയമസഭയ്ക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളെയാണ് BJP കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വോട്ട് തള്ളണമെന്ന് BJPയുടെ ജില്ലാ സെക്രട്ടറി ലോകേഷ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രജിസ്ട്രേഷൻ ഓഫ് ഇലക്ട്രൽ റൂൾസ് ആക്ട് 1960 കൃത്യമായി പറയുന്നുണ്ട്, ഒരാളുടെ ഏതെങ്കിലും രീതിയിൽ ഒരു വോട്ട് തള്ളാൻ വേണ്ടി കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാർക്ക് അത് കടമ്പില്ല എന്ന് തോന്നിയാൽ അവർ റിജക്ട് ചെയ്യണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, BLOക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, AROക്ക് ബോധ്യമുണ്ട് ഇത് കള്ളപ്പരാതി എന്ന്, കടമ്പില്ലാത്ത ഈ ഒരു പരാതി വെച്ച് ഈ 60-70 ആളുകളെ ഹിയറിംഗിന് വിളിച്ചത് തെറ്റല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? BJPയുടെയും ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു അന്തർധാര ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഞാൻ 7 ആളുകൾ ഇന്ന് ഹിയറിംഗിന് വരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ എന്തായാലും കേസ് ഫയൽ ചെയ്യും. 960-ലെ ഏറ്റവും കൃത്യമായി പറയുന്നുണ്ട് ആ ആക്ടിൽ, ഒരാൾ വ്യാജ പരാതി കൊടുത്താൽ അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. UDFന്റെ ബഹുമാനരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട അസീസ് മരിക്കയും മഞ്ജു അണ്ണനും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരിന്ന് ഔദ്യോഗികമായി പരാതി കൊടുക്കും, അദ്ദേഹത്തിനെതിരെ കേസിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം. അത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മഞ്ചേശ്വരത്ത് 18 വയസ്സ് പൂർത്തിയായ ആളുകളെ ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് പരസ്യം നൽകി എല്ലാവരുടെയും വോട്ട് ഉറപ്പുവരുത്താനുള്ള ക്യാമ്പയിൻ ക്യാമ്പസുകളിൽ, ഗ്രാമങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മണ്ഡലത്തിലും ധാരാളം ആളുകൾ വോട്ടിന് അപേക്ഷിക്കാൻ വേണ്ടി ഞങ്ങളും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വോട്ടിന് അപേക്ഷിച്ചു. BLO പരിശോധനയിൽ കറക്റ്റ് എന്ന് തെളിഞ്ഞു, താലൂക്ക് പരിശോധന കഴിഞ്ഞു. ജില്ലാ കളക്ടറേറ്റിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ല എന്ന കാരണം കൊണ്ട് നിരസിക്കുകയാണ്. എത്ര ആളുകളാണ് അതിന്റെ പേരിൽ ഇന്ന് ഹിയറിംഗിന് എത്തിയിട്ടുണ്ട്? അത് മാത്രമല്ല, ഡോക്യുമെന്റ്സ് കൃത്യമായി അപ്ലോഡ് ചെയ്തതിനു ശേഷം നിസ്സാര കാര്യം പറഞ്ഞ് അവരുടെ വോട്ടുകൾ കാസർഗോഡ് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് തള്ളുകയാണ്. പ്രവാസികളുടെ ഇന്നലെ മാത്രം 250 വോട്ടുകളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ പ്രവാസി വോട്ടിനെ അപേക്ഷിച്ചപ്പോ തള്ളിയത്. അതിന് റീസൺ പറഞ്ഞിട്ടുള്ളത് അവര് വിസ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന്. ആ സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും.
പാസ്പോർട്ട് അല്ലാതെ വിസ ഒരിക്കലും അവിടെ മെൻഷൻ ചെയ്യാൻ കഴിയുന്നില്ല. സത്യത്തിനും ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, ഈ സംസ്ഥാനത്തിന്റെ ഇലക്ഷൻ മേധാവി രത്തൻ കേൽക്കർ IAS പറയുന്നത് 100% ആളുകൾക്ക് വോട്ട് ഉറപ്പുവരുത്താനുള്ള പ്രക്രിയയാണ് SIR-ഉം ഈ ക്യാമ്പയിൻ എന്നൊക്കെ പറയുമ്പോ മഞ്ചേശ്വരത്ത് ഞങ്ങൾക്ക് കാണുന്നത് വ്യാപകമായി ഹിഡൻ അജണ്ടയിലൂടെ വോട്ട് തള്ളാനുള്ള BJP-യുടെയും ചില ഉദ്യോഗസ്ഥന്മാരുടെയും കൂട്ടുകെട്ടിന്റെ ഭാഗമായി ഒരു ശ്രമം നടക്കുന്നതിന്റെ ഏറ്റവും മികച്ചൊരു തെളിവാണ് ഇന്ന് 7 പേർക്ക് ഹിയറിംഗിന് നോട്ടീസ് കിട്ടിയ ഈ ഒരു സംഭവത്തോടു കൂടി വെളിപ്പെട്ടത്. ഇത് മാത്രമല്ല, എൻമകജ പഞ്ചായത്തിൽ ഇതേപോലെയുണ്ട്, മഞ്ചേശ്വരത്തുണ്ട്, ഉർക്കാടിയിലും മീഞ്ചയിലും ഞങ്ങൾ അതൊക്കെ ശേഖരിച്ചു വരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഇത് ബീഹാർ അല്ല, ഇത് ഉത്തരേന്ത്യയല്ല, ഇത് കേരളമാണ്. BJP-ക്കാർക്ക് കപ്പനും ചുണ്ടനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലം ജനാധിപത്യത്തിന്റെ വഴിയിലല്ലാതെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് പോലെ ഇതുപോലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വെട്ടി ജയിക്കാമെന്നുള്ള മോഹമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. 89-ന് തോട്ടപ്പോ തന്നെ BJP മഞ്ചേശ്വരത്തെ ഒരുപാട് ആളുകൾക്കെതിരെ കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. എന്നിട്ട് പലരും, ഞങ്ങൾക്ക് ഇന്നും സങ്കടത്തോട് ഓർക്കുകയാണ്, ചില ആളുകളൊക്കെ മരിച്ചുപോയി. കേരളത്തിൽ ഹൈക്കോടതിയിൽ പോയി ജഡ്ജിയുടെ മുന്നിൽ ഞാൻ വ്യാജനല്ല, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാനാണ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞത് മീഡിയകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നേരിട്ട് കാണാം, ഇദ്ദേഹത്തിന് ഒരു ഇന്ത്യൻ പൗരനല്ല എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്ത് പാകിസ്ഥാനുകാരനാണ്, ബാംഗ്ലക്കാരനാണ്, വിദേശി എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ഒരു BJP-ക്കാരന് മഞ്ചേശ്വരത്ത് ജനിച്ചു വളർന്ന കൂലിവേല ചെയ്യുന്ന ഈ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്? അദ്ദേഹം എത്ര അപമാനം സഹിക്കേണ്ട വരും. നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ ഈ രാജ്യത്തെ സ്നേഹിച്ച് ഈ രാജ്യത്തോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ചില ഒരു ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യനെയൊക്കെ ഇന്ത്യൻ പൗരനല്ല എന്ന് രേഖാമൂലം നിങ്ങൾ കൊടുക്കുന്നു എന്ന് അറിയുമ്പോൾ ആ സങ്കടം, ആ മനുഷ്യനൊക്കെ ഇന്നലെ ഈ ആളുകളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഏറെ വേദനയോട് പറഞ്ഞത് ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞൊരു സങ്കടമാണ്. മറ്റുള്ള ആളുകളൊക്കെ 60 കഴിഞ്ഞ ആളുകളുണ്ട്, 70 കഴിഞ്ഞ ആളുകളുണ്ട്. ഇവരെയൊക്കെ ഈ ഹിയറിംഗിന് വിളിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ BJP കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. ഞങ്ങൾ ശക്തമായി നിയമപരമായിട്ടുള്ള പോരാട്ടവും മറ്റു സമരരീതികളിലേക്ക് കടക്കുമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇത് 75 കഴിഞ്ഞ നബീസ, വയസ്സ് കഴിഞ്ഞ എത്ര പ്രാവശ്യം വോട്ട് ചെയ്ത ആള്. ഈ ഉമ്മാനെ ഇന്ന് പാർട്ട്ണർഷിപ്പ് പേരക്കുട്ടികളുണ്ട്, മക്കളുണ്ട്, ഇവരെയൊക്കെ ഇവിടെ വിളിപ്പിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ വോട്ടവകാശം ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു ഔചിത്യം